മോർണിംഗ് ഇന്ന് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇടയിൽ കുറച്ച് ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്, അത് നമുക്ക് ഒരുമിച്ച് എടുക്കാം. അപ്പോൾ 25ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോണത്. 25ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമ്മൾ കേട്ടിട്ടുണ്ടാവും മീൻ, മീഡിയൻ, മോഡ്. അപ്പോൾ അതാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതും വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. എന്താണ്, ഈ 3 ഇക്വേഷൻ പഠിക്കുക, 2-3 കണക്കുകളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ചോദിക്കുള്ളൂ, വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്കിതിലില്ല. അതുകൊണ്ട് തന്നെ മാത്സ് എന്ന് പറയുമ്പോൾ ഒരുത്തിപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്. ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക, അത് അപ്ലൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ മീൻ, മീഡിയൻ, മോഡ്. മീൻ എങ്ങനെയാണ് കാണുക? മീൻ എന്ന് പറയുമ്പോൾ മീൻ ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ എത്ര ഡാറ്റാസ് ഉണ്ട് അത് ആഡ് ചെയ്തത് ബൈ എത്ര എണ്ണം ഉണ്ട്. ഇപ്പോൾ 15, 25, 35, 45 4 ഉണ്ട്. ആ 15, 25, 35, 45 ആഡ് ചെയ്തത് ബൈ എന്താണ്? 4 എണ്ണം. സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതാണ് എന്ത് മീൻ എന്ന് പറയണത്. പിന്നെ അസ്യൂംഡ് മീൻ വെച്ചിട്ട് ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഒബ്സർവേഷൻ തരുമ്പോഴാണ്. ഇനി ക്ലാസ് ഇൻ്റർവെല്ല് തരും. ഇപ്പോൾ 0 to 100 അതിൽ ഇത്ര കുട്ടികൾ. ഇപ്പോൾ മാർക്കൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്, 10നും 20നും ഇടയിൽ മാർക്കുള്ള കുട്ടികൾ 15 ആണ്. അങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ല് തരാണെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡാണ് അസ്യൂംഡ് മീൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അസ്യൂംഡ് മീൻ കണ്ടുപിടിച്ചിട്ട് അതായത് നമ്മൾ അസ്യൂം ചെയ്യാണ് മീൻ ഏകദേശം എവിടെയായിരിക്കും, സെൻറ്ററിൽ വരുന്നൊരു ക്ലാസ്സിലായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യാണ്. അത് വെച്ചിട്ട് നമുക്ക് കണക്ക് ചെയ്യാനുള്ളത് എളുപ്പമാണ്. അങ്ങനെ 2 മെത്തേഡ് എന്ന് മാത്രം. ഇനി മീഡിയൻ എന്ന് പറയുന്നത് ആവറേജ് ഓഫ് സെൻട്രൽ വാല്യൂ വെൻ ഒബ്സർവേഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ. തന്നിട്ടുള്ള ഒബ്സർവേഷൻസിനെ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആയിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്. ഇപ്പോൾ മൊത്തം ഒബ്സർവേഷൻസ് ഓഡ് നമ്പർ ആണെങ്കിൽ സെൻറ്ററിൽ വരും. 5 ഒബ്സർവേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെയാണ് എന്ത് മീഡിയനായിട്ട് വരിക. ഇനി 6 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, സെൻറ്ററിൽ ഒരൊറ്റ എണ്ണമൊന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, സെൻറ്ററിൽ വരുന്ന 2 എണ്ണത്തിൻ്റെ ആവറേജ്. മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒബ്സർവേഷൻ ഏതാണോ അല്ലെങ്കിൽ ഡാറ്റ ഏതാണോ അതിനെയാണ് ഇത് പറയുക, മോഡ് എന്ന് പറയുക. ഇതേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് കണക്കുകൾ ചെയ്യാം. നമുക്ക് മീൻ വെച്ചിട്ടുള്ളൊരു കണക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അസ്യൂംഡ് മീൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, 0 to 100 വരെ 15 എണ്ണം, 100 to 200 വരെ 25 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ലിലാണ് ഫ്രീക്വൻസീസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അസ്യൂം ചെയ്യാണ് ഒരു സെൻറ്ററിലുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിലായിരിക്കും നമ്മുടെ മീൻ ഉണ്ടാവാന്ന്. നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ 250 എന്ന് എടുത്തു. എങ്ങനെയാണ് 250 വന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഈ ടേബിളാണ് വരയ്ക്കാൻ പഠിക്കേണ്ടത്. ആദ്യം ക്ലാസ്സസ് എഴുതി, അത് കഴിഞ്ഞാൽ FI എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ്. XI എന്ന് പറയുന്നത് ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ആവറേജ് ആണ്. അതായത് 0 + 100/2 50, 100 + 200/2 150, 200 + 300/2 250. ഇങ്ങനെയാണ് എന്ത് XI വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എന്താണ്, 250 ആയിരിക്കാം. എന്താണ് 250 ആയിരിക്കാം മീനെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. നമ്മൾ അടുത്ത കാണുന്നത് DI ആണ്. DI എന്ന് പറയുന്നത് നമുക്ക് ഈ XI എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ അസ്യൂംഡ് മീനിൽ നിന്ന് എത്ര വരുന്നു ബൈ 100. DI is equal to XI. XI എന്ന് പറയുന്നത് ഓരോ XIകളാണ്. XI മൈനസ് 250/100. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂസ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ FI DI ചെയ്യുക. FIയും നമ്മൾ അതിലുള്ള ഫ്രീക്വൻസിയും ഈ DIയും ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ FI DIയുടെ സമ്മും കാണണം, അതേപോലെ FIയുടെ സമ്മും കാണണം. അപ്പോൾ അസ്യൂംഡ് മീൻ വെച്ചിട്ട് നമുക്ക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ ഈസ് ഈക്വൽ ടു A + സിഗ്മ FI DI ബൈ സിഗ്മ FI ഇൻറ്റു C. C എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലാണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 തൊട്ട് 100 വരെ എത്ര എണ്ണുണ്ട്, 100, 100 to 200 വരെ 100, 200 to 300 വരെ 100. അതാണ് ഈ ക്ലാസ് ഇൻ്റർവെൽ വന്നിരിക്കുന്നത്. ക്ലാസ് ഇൻ്റർവെൽ
അസ്യൂംഡ് മീൻ നമ്മൾ വെച്ചത് 250 FIDI നമുക്ക് കിട്ടിയത് 10. സം ഓഫ് ഫ്രീക്വൻസീസ് 125 ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ 100. അപ്പോൾ നമുക്ക് 258 കിട്ടി. നമ്മൾ അസ്യൂം ചെയ്ത മീൻ തന്നെ കിട്ടണമെന്നില്ല, പക്ഷെ എന്താണ്, ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും മീൻ വരിക. ശരിയല്ലേ? ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് മീൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വേറെ കുറേ ഒബ്സർവേഷൻ വന്നിരിക്കുകയാണ് കേട്ടോ. 12, 11, 18 ഓരോ ഒബ്സർവേഷൻ വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാൻ. മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എല്ലാതും കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ 10 എണ്ണമാണ് ഉള്ളത്. അതുകൊണ്ട് ഹരിക്കുക. 143/10 14.3 മീൻ. മോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് 11 മീഡിയൻ എങ്ങനെയാണ്? ഒന്നുകിൽ ഡിക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ ഫ്രീക്വൻസീസിനെ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്. ഇപ്പോൾ നോക്കി നോക്കിയാൽ ഇവിടെ സെൻറ്ററിൽ ഇത് റോഡ് നമ്പർ ഈവൺ നമ്പർ ആയ കാരണം സെൻറ്ററിൽ 2 പേര് വരും. ഇവരുടെ ആവറേജ് 12+13/2. അപ്പോൾ 12.5 എന്ത് മീഡിയൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ഈ 2 ഇക്വേഷൻസും ഈ ഒരു 2-3 ടൈപ്പ് കണക്കുകളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓക്കെയാണ്.